താഴെ ഇട്ടേക്കുന്നതല്ല കേട്ടോ, ആയതാ. ഇതിൻ്റെ പുറത്ത് നിറയുണ്ട് കേട്ടോ. ഇത് നിങ്ങളിതിനെന്താ പറയുന്നേ? ഇതിൻ്റെ മേലെ നിറച്ചുണ്ട്. കാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ട് കൊടുക്കണം. എന്നാ മോനെ? ദൈവരണം ദൈവരണം. ചുണ്ടരി ചുണ്ടരിയേ, നിറയെ പൂവായി. പാറുവേ എന്താ എന്താന്ന് പ്യാരു എന്താക്കളെ? എന്താ മോനെ? എല്ലാം കൂടെ കയറി വരിക്കിരിക്കുന്നു. എനിക്ക് എന്താന്ന് എന്താന്ന് നല്ല മഞ്ഞുണ്ട്. മെസ്സേജ് വന്നതേ ഉള്ളൂ, അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട നല്ല മഴയുണ്ടാവുമെന്ന്. വെള്ളം കുറവാണ്. കല്യാണ സൗഗന്ധികം കണ്ട പൂത്ത് നിൽക്കുന്നേ, നല്ല മണമാണ് ഇതിന്. ഇപ്പം അങ്ങനെ അധികം കാണാനില്ല. ഒന്നൂടെ ഇന്നലെ എവിടെ പോയതാ? അപ്പയ്ക്ക് മുറുക്ക് മേടിക്കാൻ പോയതാണോടാ? കറങ്ങാൻ പോയത് ഇടുക്കി വരെ? കള്ളച്ചേർക്കൻ 2 ദിവസം മുറുക്ക് മേടിക്കാൻ പോയത്. എന്നെ കൊണ്ടുപോയില്ലല്ലോ. ആ, നീ പോയടത്ത് നീ കൊണ്ടുപോയോ എന്നെ? ആ, രാത്രിക്ക് കോതമംഗലം പാർക്കിൽ അങ്ങ് തന്നെ പോയാൽ മതി. ആരാടാ അത്? ഇവർക്കെന്താ നാണം വരുന്നത് അവരെ കണ്ടിട്ട്? അവർ രാത്രി കോതമംഗലത്തെ പാർക്കിൽ കൊണ്ടുവന്ന് കള്ളത്തരം തള്ളിക്കൊണ്ട്. അപ്പൊ എല്ലാരെയും സഹായിക്കും. ആരും ഒരു സാരമില്ല. നിന്റെ മേത്തുകൊണ്ട് എൻ്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞേക്കാം. അച്ചാച്ചി മോനും എന്താ ഒരേ കളർ ഡ്രസ്സ്? ആ, അപ്പ റെഡ് ഉടുപ്പാണോ അവിടെ ഇട്ടേക്കുന്നത്? കള്ളൻ. ആ ആ, ദീപും ഞാനും ഇവനും അമ്മും എല്ലാം കൂടെ 2 കട്ടിൽ പിടിച്ച് വെച്ചാൽ ഒരു ഫാൻ്റെ കീഴെ സുഖമായിട്ട് കിടക്കുക. ദീപു ഇവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അച്ചയുടെ പൊന്നിന്തി എന്നും പറഞ്ഞു. എന്നെ തൊഴിൽ അങ്ങോട്ട് നീ കിടന്നു, ഞാൻ എൻ്റെ അച്ചാച്ചിയുടെ മോനാന്ന് പറഞ്ഞു എന്നെ ഉടനെ ദീപു പറയാം, നീ അച്ചാച്ചിക്കൊന്നും വേണ്ടല്ലോ. പിന്നെ ദീപു തൊട്ടാ ഉടനെ കൈ പിടിച്ച് തെള്ളി അങ്ങ് മാറ്റുക. എന്നിട്ട് ഇന്നലെ പറഞ്ഞ ഡയലോഗ് കേൾക്കണം. അച്ചാച്ചി നമുക്കൊരു ഓട്ടോ ബസ് പിടിച്ചങ്ങ് പോകാം. എന്താ പറഞ്ഞത്? ഇവർക്കങ്ങ് സമാധാനം കിട്ടുന്നത് കിട്ടിക്കോട്ടെ, നമ്മളായിട്ട് സമാധാനം കളയണ്ടാവും. ഇന്നലെ ആശാനെ വേറൊരു കഥ കേൾക്കണം. അവരുടെ കഥകൾ ഒരുപാടാണ്. ഇവിടുന്ന് ഞാൻ പോയപ്പോഴേ ഇവനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു, 10 രൂപയുടെ കൊച്ചു വെള്ളം. ഇത് കളയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വേസ്റ്റ് വെളിയിൽ കളയില്ല, നമുക്ക് വേസ്റ്റ് പാത്രത്തിലിടാവുന്നു. ആശാൻ ഇത് ഓർത്ത് വെച്ചിരുന്നു. അവസാനം ഞങ്ങൾ ഇവിടുന്ന് പാലായിൽ നിന്ന് നേരിയമംഗലം ബസ്സിന് കയറി. 3 ബസ്സില്ലായിരുന്നു. അത് കാരണം തിരക്ക് കാരണം കാല് കുത്താൻ സ്ഥലമില്ല. ഇവനെ കൊണ്ട് ഞാൻ നിൽക്കുക. അപ്പോൾ 38 രൂപ പോയിൻ്റ് കണ്ട ഞാൻ ഇവനെ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ 2 കന്യാസ്ത്രീയും 2 ഇവർ അതിലൊരു പ്രായം കുറഞ്ഞ ആളെ എന്നിട്ട് സീറ്റ് തന്നു. ഉടനെ ഇവനൊരു മുട്ടായി കൊടുത്തു, പെറക്ക് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. അപ്പം മോനെ ഞാൻ വേസ്റ്റ് ഞാൻ കളഞ്ഞേക്കാമെന്ന്. അപ്പോൾ അതിനടുത്തിരുന്ന മദർ സുപ്പീരിയറാന്ന് തോന്നുന്നു പറഞ്ഞു, വേണ്ട അത് വേസ്റ്റ് പാത്രത്തിലേ കളയാൻ പറ്റത്തുള്ളൂ. അവരങ്ങ് ആകെപ്പാടെ അത് ചോദിച്ചു എത്ര വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ പറഞ്ഞുകൊണ്ടാ, കണ്ണി കണ്ടത് കളയുന്നവനാ. അങ്ങനെ വീഗാലാൻഡ് പൊളിച്ചടിക്കും. വീഗാലാൻഡ് അല്ല, വണ്ടർലാൻഡ് പൊളിച്ചടിക്കും. അവിടുത്തെ മോയലമ്മാച്ചനെ പൊളിച്ച് ഞാൻ കുളിച്ചോ? തറപ്പിച്ചാ ആണോ? സിംഗം എന്താ പറഞ്ഞു?
സിംഹമല്ല, മുയലന്മാർ. സിംഗം എന്താ പറഞ്ഞത് അവിടെ? അങ്ങനെയാണോ മുയല്? കോതമംഗലം പാർക്കിൽ ചെന്നിട്ട് ഒരു മുയലമാറ്റന് പാർക്കിന്റെ അവിടെ നിൽക്കുന്നു. എന്താ ചേച്ചി ബസ് വരാൻ താമസിച്ചേ രാത്രി അവരങ്ങ് പോകണമല്ലോ. അവർക്ക് രാവിലെ അമ്മൂന് പോകണം, ലീവിന് ജോലിക്കും പോകണം. അപ്പോൾ നിങ്ങളെ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ തള്ളി. ബസ് സ്റ്റാൻഡിൽ എൻ്റെ മുണ്ടും വിരിച്ച ചവളം കിടത്തി പ്ലാറ്റ്ഫോമിൽ ബസ് സ്റ്റാൻഡിലാ? സുഖമായിട്ട് കിടന്നുറങ്ങിയൊക്കെ. ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ട് വന്നാ. ഞാനപ്പോൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ എന്താ പറയാ, സെക്യൂരിറ്റി ഏൽപ്പിച്ചു മൂത്രമൊഴിക്കാൻ പോകും. ആരെന്നെ പിടിച്ചോടാ വണ്ടർലാൻഡിൽ പോയി? എത്ര കലക്കമീനോ? എത്ര മീനെ കിട്ടി? എന്തോ മീനായിരുന്നു മോനെ? ആഞ്ഞിലി അല്ല, ബ്ലാഞ്ഞില്. ആണോ? ബ്ലാഞ്ഞില് പോലത്തെ ആരകനാ? എന്നിട്ട് മോൻ എന്തോ ചെയ്തു അതിനെ? വണ്ടർലാൻഡ് മീൻ പിടിച്ച് കറി വെച്ച് തിന്നോ? വണ്ടർലാൻഡിൽ ഇതിലും വലിയ പരസ്യം ആരും കൊടുക്കും? ഇറങ്ങ്. അതെ, എവിടെ ഒരു വള്ളി കിട്ടിയാലും അപ്പ് വലിച്ചം കയറ്റും കുഴിയിലോട്ട് ഇട്ടിട്ട്. അയ്യേ, തിരിച്ചാണോ ഷൂ ഇട്ടേക്കുന്നേ? ഞാനും അച്ചാച്ചി ഇവനും കൂടെ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലേ, തോടിൻ്റെ കല്ലുകുഴിയാണ്. അത് റോഡ് വഴി തന്നെ പോകണം. ഈ കല്ലുകുഴി തോട്ടിക്കൂടി ഇവനെ കൊണ്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റോഡേ പോയിട്ട് കറിവേപ്പില പറിച്ചിട്ട് റോഡേ കയറി വരും. അക്കരെ മല കണ്ട, അക്കരെ മല. നമ്മുടെ താഴത്തെ വീട് പണി പൂർണ്ണമായിട്ടും പൂർത്തിയായിരിക്കുന്നു. ഇത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് റോഡാണ്. പക്ഷേ ഈ വീൽ ബേസ് നമ്മൾ സ്വന്തമായിട്ട് ഇട്ടതാണ് ഗൈസ്, നമ്മുടെ വണ്ടി കയറി പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. വണ്ടി പലപ്പോഴും കയറാണ്ട് റോഡിൽ കിടക്കലാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ കുഴി, അവൻ ഇരിക്കാവുന്ന കുഴിയായി. കേട്ടാ? ആ കിടക്കുന്ന ഒരു കുഞ്ഞു കല്ല് കണ്ടില്ല? ആ വണ്ടിയുടെ പെച്ചനം കൊണ്ടാണ് വണ്ടി കയറാത്തതെന്നാണ് എൻ്റെ. കല്ലിന്റെ പെച്ചനം കൊണ്ടാണ് വണ്ടി കയറാത്തത്. ദേ പോന്നു. ആ കല്ലാണോ? നമുക്ക് ഇവിടുത്തെ അമ്മാമ്മയോട് പറയാം ആ കല്ലെടുത്തങ്ങ് മാറ്റിക്കാനല്ലേ. ശരിയാ, കൊച്ചു പറ ശരി. ഇവിടെ ഒരു കുഴിയായിപ്പോയി. ദീപുവിന്റെ പണ്ടത്തെ സെയിം ഡയലോഗ് എന്നെ തിരിച്ചു പറഞ്ഞു. എന്ത്? ദീപു പണ്ട് പറയുമായിരുന്നല്ലോ, മോനെടാ എണ്ണീടാ മൂത്രം ഒഴിക്കാമെന്ന്. വേണ്ട, ഞാൻ കടന്നു എടുത്തോളാം എന്ന് പറയുന്നതിട്ട് ഇവൻ ഇന്ന് ഇവിടുന്ന് വന്നിട്ട് എടുത്തോണ്ട് ഞാൻ പോയി, മോനെ ഒന്നും നടക്കണം. വേണ്ട, ഞാൻ വീട്ടിൽ ചെന്ന് നടന്നോളാം. ഞാനിവിടെ താണില്ല, ഇത്രയും നേരം കയ്യെ വെച്ചു, ഞാൻ വീട്ടിൽ ചെന്ന് നടന്നോളാം. രണ്ടും കൂടെ യൂണിഫോം ഇട്ട് പോകുന്നത്. ശരി, ഞങ്ങൾ ഇങ്ങോട്ടാ ചമ്മി പോയേ. ചെരുപ്പ് തിരിച്ചിട്ടുണ്ട് ഓടുന്നുണ്ട് ഒരു പൊട്ടക്കുഞ്ഞ്. മീൻ പിടിക്കാൻ പോയാലോ? ഇന്നത്തെ മഴയത്ത് ഇതാവും. കറിവേ പപ്പറയാ നിൽക്കുന്ന കേട്ടോ. ഇറക്കി അങ്ങോട്ട് വിട്ടേര്, പന്നീലി പോകുന്ന പോലെ പോട്ടെ. രണ്ട് പോകുന്നു. മോനെ അതൊന്നും എടുക്കല്ലേ. അതെ. ഹലോ, ഇതെന്തുവാ ഇത്? സൂപ്പർ മാല. ആടാ തോട്ടി നിറച്ച് മീന്. അവൻ പിടിക്കും. അപ്പുറം ഇപ്പുറം വല കെട്ടിയേ നിന്റെ താറാവിനെ അഴിച്ചു. താറാവ് വെള്ളം കുടിച്ച് വളരും. അതോ നിൽക്കുന്നു കറിവേപ്പ്. നമ്മുടെ ഗേറ്റ് കണ്ട. അങ്ങനെ നാടൻ കറിവേപ്പിലയുമായി ഞങ്ങൾ കപ്പത്തോട്ടത്തിലൂടെ വീട്ടിലേക്ക്. ചേച്ചിയുടെ വീട്ടിലെ പൂക്കൾ കണ്ട, പൂക്കൾ നിറച്ച് പൂത്തുലഞ്ഞ് നിൽക്കുക. കണ്ടില്ലേ? വിഷു അല്ലല്ലോ, ഓണമല്ലേ, പൂക്കാതിരിക്കാനാവുമോ? അങ്ങുണ്ട് മോൻ ചേച്ചിയുടെ അവിടെ ഉണ്ട്. മോൻ ചേച്ചിയുടെ അവിടെ എല്ലാ വർഷവും ഉണ്ട്. നല്ല മഞ്ഞപ്പൂ ചേച്ചിയെ. അവനിങ്ങനെ പിണങ്ങി നിൽക്കുക.
നീ പിണങ്ങി നിന്നോ, ഞങ്ങൾ പോവാ. അച്ചാച്ചി നമുക്ക് പോവാ ചേച്ചി. കണ്ണു അടച്ചിട്ട് നിപ്പാ, ഇനി എനിക്കാരുമില്ല, ഞാനിവിടം വിട്ട് പോവാന്ന്. എന്നെ തൊട്ടാ നീ മേടിക്കും. നീ എന്നെ ഇടിക്കാറായോടാ? ആ കുഞ്ഞിക്കാലി ഞാൻ ശരിയാക്കും ഞാൻ. ഇതെല്ലാം കൂടെ പറിച്ച് പൂക്കളം ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇനി നിൽക്കുന്ന കണ്ടിട്ട് പറിച്ച് കളയാൻ തോന്നില്ല. എൻ്റെ നിറയുണ്ട്, നിറച്ചുണ്ട് ചേച്ചി, പല ടൈപ്പ്. എടാ ഇങ്ങോട്ട് വാടാ പൂ പറിക്കാൻ. തള്ളി മറിച്ചോണ്ട് നടക്കാണ്ട്. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. അവസാനം സ്കൂളിൽ പോകേണ്ട കൊച്ചി യൂണിഫോം ഇട്ടിരിക്കുന്ന ചെക്കനെ കൂടെ പിടിച്ചു വലിച്ച് പൂ പറിപ്പിക്കുക. എന്തുണ്ടോ നോക്കിയേ. ഞങ്ങളങ്ങനെ കാശ് കൊടുത്ത് പൂ മേടിച്ച് പൂടാറില്ല. കഴിഞ്ഞ തവണ കണ്ണൂരമ്മ ഒക്കെ ഉണ്ടായിരുന്നു, അവർ വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ നമ്മളെങ്ങും വരെ കാശ് കൊടുത്ത് പൂ മേടിക്കേണ്ടി വന്നിട്ടില്ല. അത്ത ഇട്ടില്ലേലും ശരി. ഏറ്റവും കൂടുതൽ പൂ പറിക്കുന്ന ആളെ കണ്ടോ? തറ കിടക്കുന്ന കരിഞ്ഞ ഇല എല്ലാം പറിക്കുക. പിന്നെ ഫോൺ വെച്ചിട്ട് നീ കൂടെ ഒന്ന് പെട്ടെന്ന് പറിച്ചു തന്നെ. പൂക്കൾ മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ, ഒടിച്ച് നശിപ്പിക്കുന്നില്ല. എടാ മോനെ കുഞ്ഞാറ്റെ, നിന്നെ കാണാൻ നിർത്തിയേക്കല്ലോ. വാ, അതുണ്ട്, ഇതുണ്ട്, ഈ ഇലയുണ്ട്. ഇതൊക്കെ ഞാൻ ക്രിയേറ്റീവായിട്ട് ഇപ്പം കണ്ടോണം നീ. ആ അങ്ങോട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ചുമപ്പ് ഇവിടെ എവിടെയെങ്കിലും കാണും. അത് വല്ലോനും നട്ടു വെച്ചതല്ലേ, അത് വേണ്ട. അങ്ങനെ അച്ചാച്ചിയുടെ ഷെഡിന് വേണ്ടി ഇവിടെ ഈറയല്ല മേയുക. ആ ഷെഡിൻ്റെ മേലെ വെക്കാനാ. തന്നെ വർത്താനം പറഞ്ഞ് കയറി വരുന്നുണ്ടല്ലോ. എങ്ങോട്ടാ? എന്തോ ഇറങ്ങണോ? ഓ എന്നോട് പിണക്കത്തിലാണോ? അയ്യോ പേടിപ്പിക്കല്ലേ, ഞാൻ വരുവാ. ഇറങ്ങി വന്നാ എന്നെ തല്ലുവോ? ക്ഷമിക്കുവോ? എന്നാ വരാം. ഞാൻ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ വന്നാടാ. നീ ക്ഷമിച്ചോ? എന്നാ വരാം. എന്താടാ? എന്തോന്ന്? ഞാൻ നടന്നു വന്നപ്പോൾ എന്നോട് പറയണേ, കൊലിച്ച് കൊള്ളാലോ. കിളിക്കുണ്ടോ? കിളിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ അത്തപ്പൂവിലേക്ക് സ്വാഗതം. ഒന്ന് കുളിച്ചു ഗൈസ്. അത്തപ്പൂ എന്ന് പറഞ്ഞ ഒരു തിരിപ്പുണ്ട്. അവൻ എന്താണെന്നറിയത്തില്ല. അവനും കുളിച്ച് ഉടുപ്പ് മാറി വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ആണോ? എന്തെടുക്കാൻ പോവാ? ഇത് മഴ പെയ്താൽ എടുത്തുകൊണ്ട് ഓടാനുള്ള സൗകര്യത്തിന് ഞാൻ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തോത്തേലാന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. മോനെ നീ പുറകോട്ട് വീഴും. എടാ ഇതിനകത്ത് കുഴി കുഴിക്കുന്നേ അല്ലടാ അത്തപ്പൂ എന്ന് പറയുന്നത്. അത്തപ്പൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത്തപ്പൂ എന്ന് പറഞ്ഞാൽ അത്തപ്പൂ. അത്തപ്പൂവിന്റെ ചമിച്ച കുഴി കുഴിച്ചിട്ട് നല്ല അത്തപ്പൂ ഇടുന്നു. അത്തപ്പൂ ഇട്ടിട്ട് അത്തപ്പൂവിലെ ചമയം. അത്തപ്പൂ ഇടുന്ന ചമയമായിട്ടില്ല. സമയമായിട്ടില്ലേ? അത്തപ്പൂവാ. ആണോ? അതായത് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നതാണ് ഇത്. ഇതാണത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ? അപ്പൊ സമയമായോ? ഓക്കെ. നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ് ഗൈസ്. ഇവിടെയാണ് ഇടുന്നത്. പക്ഷെ ഈ വെയില പൊന്നിയൊക്കെ വന്നിട്ടിടാം. അയ്യോ അതിങ്ങി തായോ. എൻ്റെ രാജകുമാരി ഇവിടെ കിടപ്പുണ്ടോ? അവൻ്റെ വിചാരം ആ മണ്ണില്ലേ, ആ മണ്ണാണ് അത്തപ്പൂ എന്ന്. അതിന് വേണ്ടിയിട്ട് അവൻ അവിടെ കിടന്നിട്ട് ഞാൻ നിന്നെ ശരിയാക്കി ചേർക്കാം. ഇതിന് എന്ത് ചെയ്യണ്ടേ? ഇതിനെ കൊണ്ടുവരാൻ പറഞ്ഞിപ്പോ? എടാ എപ്പോഴാടാ ഞാനത് പറഞ്ഞ കുരിപ്പേ? എന്ത് വെച്ച വഴി? ഇവനോട് ഞാൻ രാവിലെ പറഞ്ഞു, കുഞ്ഞാ നമുക്ക് പോയിട്ട് പൂ പറിച്ച് അത്തപ്പൂടാ അവിടാന്ന്.
അപ്പം തുടങ്ങിയ അലമ്പ ചെക്കൻ ഇവൻ്റെ മണ്ണ് വാരി ഞാനത് അങ്ങനെ വെച്ചപ്പോൾ ഇവൻ്റെ വിചാരം എന്താ പറയുമ്പോൾ ഈ മണ്ണിൻ്റെ അകത്ത് എന്തോ ഒക്കെ കുഴിച്ച് വെക്കുന്നതാണ് ഈ അത്തപ്പൂ എന്ന്. പൂ പറിച്ചത് അതിൽ കുഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ കിളിപ്പിക്കാനാണെന്നാണ് ഇവൻ്റെ വിചാരം. അതാണ് ഈ കുറേ നേരം കൊണ്ട് ഈ അട്ടപ്പൂ പറഞ്ഞു കിടക്കുന്നത്. പിന്നെ ഞാൻ 3 അലമാരി മേടിച്ചു. 2000 രൂപയ്ക്ക് 3 എണ്ണം കിട്ടി. ഓഫറിൽ കിട്ടിയതാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുപ്പികൾ എങ്ങനെ എടുക്കാം. ഇത്തിരി വലുതാണ്, കാണിച്ചു തരാം. ഇതാണ്, കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഈ ബോർഡ് ഇവിടെ ഫിറ്റ് ചെയ്താലും ഇപ്പോൾ ഞാൻ താഴെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോർഡിങ് കൊണ്ടുവന്നില്ല. ഇത് അത്യാവശ്യം നമുക്കിത് ഇങ്ങനെ ഉരുട്ടി മാറ്റാനുള്ള ടയറുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ വരുമ്പോൾ ഒരു ചെറിയൊരു ബോക്സാണ്, തീരെ ചെറിയ. അതായത് 5 തട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. 1, 2, പിന്നെ ഇതായിരിക്കുന്നു ഒരെണ്ണം. അങ്ങനെ 3 എണ്ണം ഉണ്ട് ഗൈസ്. അതായത് ഇവിടെ ഓപ്പൺ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇതും അതുപോലെ തന്നെ സിബ്ബാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പല തട്ടുകളിലായിട്ട് ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി വെക്കാവുന്നതാണ്. വെള്ളമൊന്നും ഈർപ്പമൊന്നും കയറുകയില്ല. ഈർപ്പമൊന്നും കയറാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇതിലുണ്ട്. അവിടെ ഇരിക്കുന്നത്, മുകളിലിരിക്കുന്നത് എൻ്റെ തുണികൾ, താഴെ ഇരിക്കുന്നത് മറ്റേ പാവാടകൾ മേടിച്ചില്ലേ കാട്ടിൽ കൊടുക്കാൻ, അതാണ് ഗൈസ്. ബാക്കി പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. ദേ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല ഇത് ഏത് സാധനമാണ് ഗൈസ്, പറ. അത്തപ്പൂലിടാനാണോ നിന്റെ തോക്കിൻ്റെ ഉണ്ടാ? നമുക്ക് അതായത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്തപ്പൂവും അതായത് 10 ദിവസവും നമ്മൾ അത്തപ്പൂക്കൾ ഇടുക, അതിൻ്റെ ആചാരങ്ങൾ അറിയാവുന്നവരൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത് എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക്. പിന്നെ കുഞ്ഞാറ്റയ്ക്കും പൊന്നിക്കും ക്ലാസ് ഉണ്ട്, പരീക്ഷയാണ്. പിള്ളേർ പരീക്ഷയ്ക്ക് പോയി, പിള്ളേർ തിരിച്ചു വരട്ടെ. അതുപോലെ അമലും പിന്നെ അപ്പും കൂടെ പോയിക്കോ വയനാട്ടിൽ. അപ്പോൾ ആ പിള്ളേരോട് ഇല്ലാത്ത ഇവനും കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റയും പൊന്നിയും കൂടെ വന്നിട്ട് അത്തപ്പൂടാന്നുള്ള പ്ലാനിൽ ഇരിക്കുകയാണ്. അവരിപ്പോൾ വരും ഗൈസ്. വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് അത്തപ്പൂടുന്ന വള്ളിയാണ്. അത്തപ്പൂടുന്ന വള്ളി ഊരി വെച്ചിട്ട് എടുക്കുക. അത്തപ്പൂടുന്ന വള്ളി ഇങ്ങനെ വെച്ച് ഒരു പ്ലാൻ ചെയ്യാം. ഇങ്ങനെ വെച്ച് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ അട്ടപ്പൂടുന്ന അട്ടപ്പൂടാം. എത്ര നല്ല അട്ടപ്പൂട്ടിട്ട് ഇത് വെക്കാം. അത്തപ്പൂടുന്നതിന്റെ കൊച്ചിന്റെ എക്സൈറ്റ്മെന്റ് കണ്ട പാവം എന്റെ കുഞ്ഞിട്ടരാക്കളെ നമുക്ക് ഇടാം. അപ്പൊ പൂവെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അത്തപ്പൂ ഇടണേ. കുഞ്ഞപ്പൻ കൂടെ അല്ലേ പൂ പറിച്ചേ? എന്നിട്ട് പൊന്നി വരുമ്പോ നമുക്ക് അത്തപ്പൂ ഇടാം. അത്തപ്പൂടെ നടക്ക് നമുക്ക് ആ വള്ളി ഇടാം. ആ വെടിയുണ്ടേ നമുക്ക് അത്തപ്പൂന്റെ നടുക്ക് ഞങ്ങൾ വെടിയുണ്ട കേട്ടോ വെക്കുന്നത്. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇടിച്ചേട്ടോ. അപ്പക്ക് ദോശമാവ് എടുത്തിട്ട് വരുമോ? ചുലുവമ്മ എടുത്തിട്ട് വരുമോ? എന്നാ ഒന്ന് പോയിട്ട് വാ. എന്നിട്ട് വന്നില്ല, പോകുന്നില്ലല്ലോ അതിന്. അതവിടെ വൈ, എന്നിട്ട് ഓടിപ്പോണേ. അപ്പൊ വിളിച്ച് പറയണോ ചുലുവമ്മയോട്? എന്തുവാ ഇത്? എന്റെ കുഞ്ഞു വലിയ പുരുഷനായല്ലോ, വിദക്കൻ. വന്നിരിക്കുന്നു ഗൈസ്. അതെ, എന്റെ കുഞ്ഞു വന്നിരിക്കുന്നു. നമ്മള് അത്തപ്പൂവിന്റെ കാര്യം അത്തപ്പൂടാൻ പോവാണ്. എന്റെ കുഞ്ഞിന് അത്തപ്പൂ തലക്ക് പിടിച്ചിരിക്കുക. ഈ കയറി വാ, ദോശ ഉണ്ടാക്കി തരാം. അപ്പൊ കേട്ടില്ല, നമ്മള് കൂട്ടുകാരാ. ഇവന്റെ ഒരു അട്ടപ്പൂ ഇങ്ങനെ കൊച്ചു ദോശമാവ് കൊണ്ടു തന്നു. ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ എടുത്ത് അങ്ങനെ ഇട്ട് എനിക്ക് ശീലമില്ല. ദോശക്കല്ലില്ലെങ്കിലും ഞാൻ ഇതിൽ ദോശ ഉണ്ടാക്കി സന്തോഷമായി കഴിക്കുന്നു. എടാ, താഴെ പാലുണ്ടോടാ? പാലുണ്ടോ ചായക്ക്? എടുത്തോണ്ട് തരുമോ പ്ലീസ്? ഞാൻ വിളിച്ചു പറയണോ? കുഞ്ഞിൻ്റെ പിന്നെ ചായക്ക് പാല് കൊടുത്തു വിടുന്നാ? വിളിച്ചൊന്നും പറയണ്ട. മോൻ പോയി ചുലുവമ്മ ചായക്ക് പാല് തരാൻ പറ. ഓടിപ്പോട്ടോ. എൻ്റെ ഡെലിവറി ബോയ് എന്ത് പറഞ്ഞാലും എടുത്തിട്ട് വരും. കുഞ്ഞു ചേച്ചി വരട്ടെ. ഞങ്ങള് പിന്നെ പാലെടുക്കാൻ കുഞ്ഞു പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കൊണ്ട് എന്താന്ന് മഴക്കാഴ്ചകൾ കാണിച്ചു.
പിന്നെ കുറച്ച് കാഴ്ചകൾ ഇതാ ഇവിടെ ഇങ്ങനെ. ആ മഴ നനഞ്ഞ് ഓടിയിട്ടുണ്ട് ചെക്കൻ പാലെടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ചെയ്യാനെന്ന് പറയുന്നത്. ഈ മുളക് പൊടിക്കകത്ത് നമ്മൾ പിന്നെ ശകലം ചുമന്നുള്ളി അരിഞ്ഞിട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട്, അറിയാമോ? ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് രസം തോന്നുന്നില്ല. ഞാൻ പിള്ളേർ വന്നിട്ട് വീഡിയോ എടുക്കാം. ഇടു പാലും കൊണ്ട് വരുമ്പോൾ എന്താ പറയുന്നത് നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്യാം. അവനിപ്പോൾ പാലും കൊണ്ട് വരും. ഞാൻ ഈ ചേച്ചിമാരൊക്കെ ഇങ്ങനെ അമ്മായിമാരൊക്കെ ഇങ്ങനെ ലൈവിൽ അടുക്കളയിൽ ഫോണും വെച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നെട്ടലുണ്ട് വെളിച്ചത്തിൻ്റെ. ഇന്നാണ് ഞാൻ എന്നെ ഒന്ന് തെളിഞ്ഞു കണ്ട്. നിങ്ങളാ കാണുന്നത് മഴയും ആറുമാണ്. ഒരാൾ ചമ്മി വന്നിട്ടുണ്ടേ, കാല് കൊടുത്തില്ല, ഇറങ്ങി ഓടിയതാ. ഇടുവേ വന്നേ. എന്തൊക്കെ പാല് തന്നില്ല ചുലുവമ്മ. മിണ്ടണ്ട, നമുക്ക് ഒട്ട ചായ കുടിക്കാം. അത്തപ്പൂ ഇട്ടായിരുന്നു, ഇപ്പൊ വെള്ളപ്പൂ ആയന്. ആ എന്തുവാ അതെന്തുവാ? യൂണിഫോമോ? എന്ത് യൂണിഫോം? ഏടാ ചേർക്ക. അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ തല തടഞ്ഞാണേ. അപ്പൊ തല തോർത്തി തരാം. അപ്പൊ ഈ പാല് മേടിച്ചോണ്ട് വരാൻ വേണ്ടി പോവാണ്. ഇതെന്തൊക്കെയാ? പാലോ? പാല് കൊണ്ടുവന്നാണോ പാൽക്കാരൻ? നനഞ്ഞില്ലേ? നോക്കട്ടെ. പായോ അപ്പൊ തോത്തിത്തരാടി. ഉടുപ്പ് മാറാം. എവിടെ കയറാ? തന്നെയല്ല ഇങ്ങോട്ട് കയറി വന്നേ. അപ്പയുടെ പൊന്നാണെ കയറി വരും. ആണോ? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, അജിതയെ വിളിക്കാം. അജിതയുടെ കുഞ്ഞിനെ ഇങ്ങോട്ടരാം. എന്നിട്ട് അവനെ ഞാൻ മടി വെച്ച് കൊഞ്ചിക്കാം, അജിതയുടെ കുഞ്ഞിനെ. നീ മഴയത്ത് പോയല്ലോ, പൊന്നിങ്ങ് കയറി വായോ. അപ്പൊ തോത്തി തരട്ടടി, വാടിച്ചും തരി കൊഞ്ചൻ. പാടാം, കഴിച്ചിട്ട് പാടാവേ. ഞാൻ ദോശ ആണോ? അങ്ങനെ ഞങ്ങൾ ഇന്ന് പുറത്ത് പോവുകയാണ്. പുറകിലൊരു കൈ കണ്ടില്ലേ? ആരുടെ കൈയാ? ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ ഈ വലതുവശത്തോട്ട് ഒരു അല്ല വലതല്ലേ? ആ വലത്. അത് എണീറ്റേന്നു ആളട്ടെ. പൊന്നിക്കൊരു വാക്ക് കൊടുത്തു. പൊന്നിക്ക് ഹീലുള്ള ചെരുപ്പ് വേണം, പൊന്നിക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറഞ്ഞു. മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ കഴിഞ്ഞ് വന്ന പാടെ ഒരുങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് സ്കൂൾ വിട്ട് കുഞ്ഞാറ്റ് അവളെ കൂട്ടി നടന്നിങ്ങ് പോന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കൊച്ചു വീട് വരെ ഈ വെയിലത്തെത്തി. പക്ഷെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. കൊച്ചിന് ഇതിൽ മുട്ട കൊടുക്കാനുണ്ട് ചിത്താറിനൊക്കെ. അപ്പോൾ മുട്ടയും കൊടുത്ത് ഞങ്ങളിങ്ങ് വരും. ഡ്രൈവർ അത് തന്നെ. അപ്പോൾ ഞങ്ങളൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പൂക്കളം ഇടാൻ പോവുകയാണ്. നമ്മുടെ പറമ്പിൽ നിന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇതേ നമ്മുടെ നിങ്ങളുടെ കൊങ്ങിണി, എൻ്റെ പരിപ്പൂടെ പൂവ്, പിന്നെ കുറേ വെള്ളപ്പൂവ്, മഞ്ഞപ്പൂവ്, പർപ്പിൾ പൂവ്, ഏതൊക്കെയോ വാടിയ പൂവ്, പിന്നെ കുറേ കാകൾ, ഇലകൾ എല്ലാം ഉണ്ട്. പക്ഷേ കയ്യൂന്നി, തുമ്പ ഇങ്ങനെയുള്ള സാധനമോ തുളസിയൊന്നും പറിച്ചിട്ടില്ല. അങ്ങനെയല്ല, അവൻ്റെ കുറേ നേരത്തെ ആഗ്രഹമായിരുന്നു അവൻ്റെ അട്ടപ്പൂ. അപ്പം ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ ഞെക്കി പൊട്ടിക്കല്ലേ മോൻ, അങ്ങനെ ചെയ്യല്ലേ പൊന്നല്ലേ. അപ്പം അത്തപ്പൂ ഇട്ട് തരാം. പൊന്നുമോൻ കണ്ടാൽ മതി. ആദ്യം ഒരു വട്ടം പൊട്ടിക്കാം. വലിയ ടാസ്ക്കാണ്, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് നടുക്ക് വയ്ക്കാൻ വേറെ ഒന്നുമില്ല. നമുക്ക് തൽക്കാലം ഇതിനെ ഇറക്കി വെക്കാം. നീ പോയിട്ടേ പിടിച്ച് വലിക്കല്ലേ കേട്ടാ, വലിക്കല്ലേ പൊന്നുമോൻ, വലിക്കല്ലേ കേട്ടാ. തൊടണ്ട, അത് ഇങ്ങനെ വെള്ളപ്പൂ എടുത്ത് ഇവിടെ വെച്ച്. ഞാൻ വെള്ളപ്പൂക്കൾ എടുത്ത് വെച്ച് എന്നാ പൊന്നി. നമ്മളങ്ങനെ വെള്ളപ്പൂ വെച്ചു.
നമുക്കിനി ഈ ഇത് മഞ്ഞപ്പൂ കുറയ്ക്കും. ആ മാവേലി വരുമെന്നുള്ള കാര്യം എന്തിനാ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചു? മോൻ അതിനകത്തുനിന്ന് മാറ്റിക്കാൻ നിന്റെ സ്പൈഡർമാനെ താഴെ വന്നിട്ടുണ്ടോ തോന്നുന്നു. വെള്ളയെ വെക്കണ്ടേ? വെള്ള മോന് മോനല്ലേ? മോന് മോന്റെ സ്പൈഡർമാൻ തോ പൊന്നീൻ്റെ കയ്യിൽ പിടിച്ചു. അത്തപ്പൂവിൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ മറ്റ് ചില കഴിവുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നിങ്ങോട്ട് നോക്കൂ. ഓ, ഈ കണ്ണിൽ കിടക്കുന്ന മുടി ഒതുക്കി സുന്ദരി. കാട്ടുപൂക്കൾ മാത്രം വെച്ച് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ അത്തപ്പൂ കണ്ടിട്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വിളമ്പ് വെച്ച് എന്തോ പോലെയുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാട്ടുപൂ മാത്രം, അത് എന്തായാലും അംഗീകരിച്ചേ പറ്റൂ. ഇനിയുണ്ട് ഇഷ്ടം പോലെ പൂക്കൾ കേട്ടോ. ഇറങ്ങി നടന്ന് പറിച്ചാൽ മതി. ഹലോ, എൻ്റെ പൂക്കളത്തിന് അമ്മ ഇങ്ങോട്ട് നോക്കിയേ. എൻ്റെ പൂക്കളത്തിന് കാവൽ കിടക്കുന്ന കണ്ടില്ലേ? എന്തുവാ അമ്മ അമ്മ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ചാലിനിയം വരുമ്പോ പറയണേ. ചാലിനിയം എന്തോ ചെയ്യും അപ്പം? ആർക്ക്? കുഞ്ഞാറ്റയ്ക്ക് നമുക്ക് ചാലിനിയമ്മയുടെ കിച്ചമ്മാമൻ്റെ അടി മേടിച്ചു കൊടുക്കണേ. അമലുവിനോട് പറഞ്ഞു കൊടുക്കുവോ? ആണോ? അയ്യോ, എന്തോ ഒരു ചേഹം കാണാവടാ. ചേച്ചിന്റെ കുപ്പിവെള്ളം ഉണ്ടോ പിന്നീനകത്ത്? കാണിച്ചേ. എൻ്റെ കുപ്പിവളകൾ വീണ്ടും എൻ്റെ കുപ്പി ഇനിയുണ്ടോ? എൻ്റെ കുപ്പിവളകൾ കണ്ടോ? അപ്പം ഇത്രയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ആരുടെ കാര്യ പറയണ്ടേ? പിന്നെ ഏത് കിടിച്ചേട്ടൻ? എനിക്കറിയത്തില്ല ആരാ കിടിച്ചേട്ടനൊന്നും. പിന്നെ നീ കിടിച്ചേട്ടനൊന്നുമല്ല, നീ ഭഗത്താ. നീ ഭഗത്താണ്, നീ സുഞ്ചു ആണ്. അപ്പൊ ആരാ കിടിച്ചേട്ടൻ? ഈശ്വരാ, സ്പൈഡർമാനെ തല കുത്തി ആണിയടിക്കുന്നു. ഇയാളായിരുന്നു നാഗവല്ലിയോ? എടാ ടാറ്റ പറ. അപ്പൊ ടാറ്റ. അപ്പൊ ടാറ്റ. സുലുവമ്മ മാസ്ക് വെച്ചൊക്കെ നോക്കിയേ. ചൂലെന്തിനാ കളയുന്നേ? അവിടെ ചാരി വെച്ചിട്ടുണ്ട്. എടാ ഞാൻ പറഞ്ഞടാ. പറയാ. എടാ കുഞ്ഞാറ്റ സ്പൈഡർമാനെ ഓടിച്ചേട്ടാ. പറഞ്ഞു ഈ കാലും ആ കാലും ഒരു കാലം അവന്റെയാ.